ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിർത്ത്. അവരുടെ വണ്ടിയല്ലടാ അത്. നിങ്ങൾ വേഗം വിട്ടോ. അയ്യോ നസീറിക്ക, വണ്ടി എടുത്തു. വണ്ടി പിന്നെ ഇവിടെ കാട്ടാനുള്ളതുകൊണ്ട് മറ്റു മൃഗങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. വിഷ്ണുട്ടപ്പം ഇവിടെ കാട്ടാനുണ്ടോ? ഉണ്ടോ ഇല്ലെന്നൊക്കെ വന്നാലേ അറിയുള്ളൂ. വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് കാണിക്കണേ. ഞാൻ ഇതുവരെ കാട്ടാനെ കണ്ടിട്ടില്ല. ബിസ്ക്കറ്റ് വേണ്ടവരൊക്കെ എടുത്തോ. ചൂട് ചായ ഉണ്ട്, വേണോ? വിഷ്ണുച്ച, എപ്പോഴാ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത്? മക്കളത് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമായി. ചായ കുടി കഴിഞ്ഞ നമ്മുടെ അടുത്ത പരിപാടിയാത്താ. അവിടെ ചെന്നിട്ട് നമുക്ക് എന്താ പരിപാടി എന്നറിയോ? നമ്മൾ 4 പേരും കൂടി വെള്ളത്തിൽ ഇറങ്ങുന്നു, എന്നിട്ട് നമ്മൾ മുങ്ങി തകർത്ത് ഇങ്ങനെ കുളിക്കണു. 3 പേരെ ഇറങ്ങും. മോനെ അതിന് വെച്ച് വെള്ളം വാങ്ങി വെച്ചേരെ. എന്നാ പിന്നെ ഈ തമ്പുരാട്ടിനെയും വെള്ളത്തിൽ ഇട്ടേണ്ട കാര്യമുള്ളൂ. കുറെ ദിവസമായിട്ട് കളിക്കണ വെള്ളത്തിലിറങ്ങിയ പെട്ടെന്ന് നിക്കാൻ അവിടെ എനിക്ക് കുറച്ച് ദിവസമായല്ലോ. നിനക്കെന്താ വെള്ളത്തിലിറങ്ങിയ പ്രശ്നം? വെള്ളത്തിലിറങ്ങിയിട്ട് കാര്യമുള്ളൂ. മക്കളെ എടുത്ത് അറിയാം. അത് നോക്ക്, അവര് മാത്രമേ ഉള്ളൂ വിഷ്ണുട്ടാ. അവര് കാണണ്ട. അതിനും വലിയ തിരകളൊക്കെ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് തന്റെ കണ്ണുകളിലൂടെ. പപ്പി, അവരങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. വിഷ്ണുട്ടാ അതെ, അങ്ങനെ ഇപ്പൊ നിങ്ങൾ മാത്രം സൂഹിക്കണ്ട കേട്ടോ. ശലി പിടിക്കോളെ. രണ്ടെണ്ണം ഉണ്ടല്ലോ, അച്ഛനും അമ്മേനൊന്നും സ്വൈര്യമായിട്ട് റൊമാൻസ് ചെയ്യാനും സമ്മതിക്കില്ല. ഇവിടുന്ന് അങ്ങ് എടുത്ത് എറിഞ്ഞാലോ? നമുക്കേ ഈ 2 എണ്ണത്തിന് ഈ ടെന്റിനകത്ത് ഇടാം. എന്തേ? അത് നല്ലൊരു ഐഡിയ. അവിടെ കിടക്കണേ, അവിടെ കിടക്ക്. ഇനി നീ വാ, നിന്നോടൊരു പ്രത്യേകം വേണ പോട്ടാണ്. 2 എണ്ണത്തിനോട് കൂടി പറയാ, ഇനി 2 എണ്ണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കരുത്. ഇതിനകത്ത് ഇരുന്നോണം. എന്താണ് നിർത്തിയത്? ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. എവിടേക്ക് പോകണം എന്നുള്ള തീരുമാനമായിട്ടില്ല. വീട്ടിലേക്ക് ഒരു കാരണവശാലും പോകാനൊക്കില്ല. ഹലോ, എന്താ പ്രശ്നം? ഇനി എങ്ങോട്ട് പോകണമെന്നാ. ഇവൻ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. എന്നാ പിന്നെ 100 നിനക്ക് ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാൻ പാടില്ലേ? അതല്ലേ സേഫ്. ഇവന്മാരും പേടിക്കണ്ടല്ലോ. വീട്ടിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടേ ഇല്ല. കുറച്ച് ദിവസം കിട്ടിയാ അമ്മയെ മെല്ലെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതും ഉറപ്പൊന്നുമില്ല. പിന്നെ നമ്മൾ എന്തിനാടാ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്? എടാ, ഇങ്ങനെയൊക്കെ വരും നമ്മൾ ഓർത്തോ? ഈ ഒരു ചടങ്ങ് കഴിഞ്ഞ് നൂറിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാന്നല്ലേ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നേ. ഇതിപ്പോ നൂറിന്റെ വീട്ടുകാരെല്ലാം അറിഞ്ഞ് നമ്മൾ മൊത്തത്തിലുള്ള പ്ലാനേ തെറ്റിച്ചളഞ്ഞില്ലേ. 2 ദിവസം നൂറിന് എവിടെയെങ്കിലും സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റിയ ഞാൻ അമ്മയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഒരു തീരുമാനത്തിലെത്തിക്കും. ഡാളിയ, അരുണേ, നിന്റെ അമ്മ എങ്ങനെയാടാ? കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? അതൊക്കെ മനസ്സിലാവും. പക്ഷെ അമ്മ ആകെ ചെയ്യുന്നത് നമ്മളെ എല്ലാവരെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക എന്നതായിരിക്കും. വീട്ടുകാരെ വഞ്ചിക്കുന്ന ഒരു പരിപാടിക്കും അമ്മ കൂട്ട് നിൽക്കില്ലടാ. നിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച എനിക്ക് ഭക്ഷണവും ഉണ്ടാവില്ല.
പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാന്ന് വെച്ചാൽ 100 കൂട്ടം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ശരിയായിട്ടുള്ള അഡ്രസ്സും കൊടുക്കേണ്ടി വരും. അവരപ്പൊ തന്നെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. പഠിച്ചോനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ നിർത്ത്. എടാ അവരുടെ വണ്ടിയല്ലടാ അത്. നിങ്ങൾ വേഗം വിട്ടോ. അയ്യോ നസീറിക്ക, എടാ വണ്ടി എടുത്തോ. വണ്ടി എടു. പെട്ടെന്ന് പോടാ. എവരാ അവര്? എനിക്കറിയില്ല. എങ്കിൽ ആ വണ്ടി കാണും. വണ്ടി എടുക്കണ വേഗം. ആ പെട്ടിക്കടക്കാരൻ 8 ചിപ്സിന്റെ പാക്കറ്റ് ഓർഡർ തന്നതാ. കൊണ്ടുവന്നപ്പോ 6 എണ്ണം മതിയെന്ന്. കാശ് തരാൻ ഇത്തിരി പാടാണെന്നാ ആളെ കണ്ടിട്ട് തോന്നുന്നത്. നോക്കട്ടെ, ആള് വെടിപ്പല്ലെങ്കിൽ നമുക്ക് അയാളുടെ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്യാം. കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഭാമേ? കുഴപ്പമില്ല രാഘവേട്ട, കുറച്ചൊക്കെ അലയണം. അതും ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണല്ലോ. ശാന്ത പോയോ രാഘവേട്ട? എനിക്ക് ചായ എടുത്തിട്ടാ പോയത്. ആ, ഞാൻ പറഞ്ഞിട്ടാ പോയത്. ഇതെന്താ ഇവനൊന്നും ഓടാൻ പോയില്ലേ? അവനോടാണ്ട് പോയേക്കുവാ. എവിടെ? എവിടാണെന്ന് പറഞ്ഞു, പക്ഷെ ഞാനത് മറന്നുപോയി കാണും. എനിക്കറിയാം, അവനെ വഷളാക്കുന്നത് മുഴുവൻ രാഘവേട്ടനാ. എന്നെ അവനിപ്പോ അനുസരിക്കാത്തതും രാഘവേട്ടന് ഒരാള് കാരണോ. ഭാമേ, ഓട്ടോ പോയി നോക്കടോ. സർ, വിഷ്ണു താമസിക്കുന്നത് ഇവിടെ അല്ലേ? അതെ, എന്റെ മോന്. അവനവിടെ പോയി? അത് പിന്നെ അവനകത്തുണ്ടോ? സാറേ, അവൻ രാവിലെ എവിടെ പോകുന്നു പറഞ്ഞ് പോയതാ. എവിടാന്നറിഞ്ഞൂടാ.